ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരും ഇൻഷുറൻസ് എടുക്കുന്നതാണ്. പക്ഷേ ഓട്ടം കുറവുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നാട്ടിലില്ലാത്ത ആൾക്കാരോ അല്ലെങ്കിൽ തീരെ വാഹനം ഓടുന്നില്ലെന്നുണ്ടെങ്കിലോ നമുക്ക് ഓടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കുറച്ചേ ഓടുന്നുള്ളെങ്കിൽ നമുക്ക് ആ ഒരു രീതിക്ക് ഓട്ടത്തിനനുസരിച്ച് കുറവ് ഓടിയിട്ടുള്ള രീതിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് ഇൻഷുറൻസിൻ്റെ പോളിസി എടുക്കാൻ സാധിക്കും. അതായത് ഓട്ടം കുറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പോളിസിക്ക് റേറ്റ് കുറയാണ്, കാരണം നമ്മൾ വാഹനം അതുപോലെ യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക്, കാരണം വാഹനം ഇട്ടേച്ചും അല്ലെങ്കിൽ മേടിച്ചിട്ട് ഓട്ടം കുറവുള്ള ഒരുപാട് പേര് ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ എല്ലാം മനസ്സിലൊരു സംശയമാണ്, എല്ലാം വർഷവും ഞാൻ ഏകദേശം ഒരു 10,000, ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ ഈ പറഞ്ഞ 10 രൂപ അല്ലെങ്കിൽ 12 രൂപ 20 രൂപ ഈ ഇത്രയും റേറ്റിന് നമ്മൾ ഇൻഷുറൻസ് പുതുക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിന് ഓട്ടമില്ല അല്ലെങ്കിൽ നമ്മൾ ഓടിക്കുന്നില്ല, വാഹനം വെറുതെ വീട്ടിൽ കിടക്കുകയാണ്, ഏകദേശം ചെറിയ കിലോമീറ്റേഴ്സൊക്കെ മാത്രം ഓടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക്, അതായത് ഒരു റണ്ണിങ് രീതിക്ക് നമുക്ക് ശരിക്കും ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും. എങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് നമുക്ക് നോർമൽ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് ഇയർലി ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഓരോ വർഷം കൂടുന്തോറും കൃത്യമായിട്ട് പുതുക്കണം. പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് 3 വർഷത്തേക്ക് ഇൻഷുറൻസ് കിട്ടുന്നതാണ്. പക്ഷേ അത് ഡിപ്പെൻസ് ആണ്, കാരണം ചില വാഹനങ്ങൾക്ക് 1 ഇയർ ബമ്പർ ടു ബമ്പറും പിന്നെയുള്ള 2 വർഷം തേർഡ് പാർട്ടിയാണ്. ചില വാഹനങ്ങൾ നല്ല നമ്മൾ എടുക്കുന്ന രീതിയാണ് 3 വർഷം ബമ്പർ ടു ബമ്പർ തന്നെ എടുക്കാനും സാധിക്കും. അത് പലർക്കും അറിയത്തില്ലായിരിക്കും, എന്നാൽ ഇതൊരു പുതിയ അറിവാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് 3 വർഷത്തേക്ക് ബമ്പർ ടു ബമ്പർ എടുത്തിടാൻ സാധിക്കും. നമുക്ക് ഒരു കാരണവശാലും പിന്നീട് പൈസ അടയ്ക്കേണ്ടി വരുന്നില്ല. 3 വർഷം വരെ നമുക്ക് ഇൻഷുറൻസിന് മാത്രം പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും അടയ്ക്കേണ്ടി വരുന്നില്ല. ഓക്കെ, ഇനി നമ്മുടെ പോയിന്റിലോട്ട് വരാം. അതായത് ഓട്ടം കുറവുള്ള വാഹനമാണെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന തീരെ ഓട്ടം ഇല്ലാത്തൊരു വാഹനമാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും ജസ്റ്റ് നിങ്ങൾ ഓടുന്നതിനനുസരിച്ച്. അതായത് ഒരു വർഷം 10,000 കിലോമീറ്റർ താഴെയാണ് നിങ്ങളുടെ വാഹനം ഓടുന്നതെന്ന് സങ്കല്പിക്കുക. അതായത് ജസ്റ്റ് 10,000 കിലോമീറ്ററിന് താഴെയാണ് നിങ്ങൾക്ക് വാഹനം ഓട്ടം ഉള്ളതെങ്കിൽ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കാൻ പോകുന്ന ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും, അതായത് ഇപ്പം ഓൺലൈൻ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നേരിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കമ്പനിയിൽ പോയാണ് ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ പറയുക ഏകദേശം ഒരു വർഷത്തിൽ 10,000 കിലോമീറ്ററിൽ താഴെ മാത്രം ഓട്ടം വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ പറഞ്ഞതുപോലെ പേ ആസ് യു ഡ്രൈവ് എന്ന് പറയുന്ന ഒരു പോളിസി നമുക്ക് അവൈലബിൾ ആണ്. അതായത് നമ്മൾ ഓടിക്കുന്ന രീതിക്ക് അല്ലെങ്കിൽ കിലോമീറ്റർ നമ്മൾ ഓടുന്നതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് മാത്രം നമുക്ക് ഇൻഷുറൻസിൽ അടച്ചാൽ മതി. ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ശരിക്കും ഇതിനകത്തുണ്ട്. ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യം അറിയില്ല. ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക, കാരണം ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. കാരണം എനിക്കറിയാവുന്ന പലരും ഉണ്ട് വർഷത്തിൽ കൂടിപ്പോയാൽ ഒരു 500 കിലോമീറ്റർ അല്ലെങ്കിൽ 1000 കിലോമീറ്റർ മാത്രം ഓടുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും, വാഹനം വെറുതെ വീട്ടിലിട്ടൊക്കെ ആയിരിക്കും, ഓടുന്നില്ല, മാസത്തിലൊന്ന് സ്റ്റാർട്ട് ചെയ്തിടും അല്ലെങ്കിൽ മാസത്തിൽ 2 തവണ സ്റ്റാർട്ട് ചെയ്തിടും. ഇങ്ങനെയൊക്കെ മാത്രം ഇരിക്കുന്ന വാഹനത്തിന് ഫുൾ റേറ്റ് കൊടുത്ത് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കേണ്ട കാര്യമില്ല. ഒരുപാട് ശതമാനം അതിനകത്ത് റേറ്റിന് വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യം, നിങ്ങളുടെ വാഹനത്തിന് എത്രയാണ് റേറ്റ് വരുന്നതെന്നുള്ളതും ഇനി ഇൻഷുറൻസ് പുതുക്കാൻ ചെല്ലുന്ന സമയത്ത് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്, അത് എൻ്റെ വാഹനത്തിൽ കിട്ടില്ലേ എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ കൺഫേം ആക്കുക. ആ രീതിക്ക് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിനൊരു ബെനിഫിറ്റ് ആയിരിക്കും.